ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ നല്ല വൃത്തിക്ക് ഉറങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൈക്ക് ഇതുവരെ സെറ്റ് ചെയ്ത് തന്നില്ല കുട്ടി കേട്ടോ. ഞാനിപ്പോഴും എൻ്റെ ഫോണിൽ തന്നെയാണ് പറയണത്. അയ്യോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? അപ്പോ മൈക്ക് ഫിറ്റ് ചെയ്ത് തരുമോ? കളീൻ്റെ ഇന്ന് ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലഹരിയിൽ വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ മൈക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം, അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് വർക്ക് കഴിഞ്ഞ് വന്നോ. ഇന്ന് ലീവല്ലേ, സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ഇന്ന് ലീവ് ഉണ്ടാവില്ലേ? കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഥയിലേക്ക് പോവാം. മറ്റേ ആൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ എന്താ വിളിക്കാത്ത വെച്ചിട്ട് അവൻ്റെ കുഞ്ഞ് വന്നൊരു ഉമ്മ തന്നിട്ട് പോയിക്കോ. മതി മതി, ഇനി ഉമ്മ തരരുതേ. കഴിഞ്ഞ ഇനി കുട്ടി പോയിക്കാം, കുട്ടി അങ്ങോട്ട് പോയിക്കാം. എൻ്റെ കുട്ടിക്ക് ഇതൊരു തൊഴിലായിക്കിട്ട്. ഞാനിവിടെ ഇരുന്നപ്പോ കുട്ടി നോക്കട്ടെ, അമ്മ വിളിക്കൂല. ഇനി കുട്ടി അമ്മൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ കുട്ടിയാ, ഇനി കുട്ടി പോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നാളെ ഞായറാഴ്ചയാണ്. നമ്മൾ നന്നായിട്ട് ഇന്ന് വൃത്തിക്ക് ഉറങ്ങി നീച്ചൊക്കെ വന്നതാട്ടോ. നമ്മൾ വൈകുന്നേരം നാമൊക്കെ ജപിച്ച് നമ്മളെ കയ്യും കാലും മുഖമൊക്കെ കഴുകി നമ്മൾ നാമൊക്കെ ജപിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ? രാവിലെ നീച്ച കുളിക്കാനൊക്കെ മടിയുണ്ടോ? കുളിക്കാനൊക്കെ മടിയുണ്ടോ അവിടെ? നമുക്ക് ഇതൊന്നും പറ്റൂല. നമുക്ക് ഒക്കെ നല്ല പോലെ കുളിക്കാം. കുട്ടിയായിട്ട് പഠിക്കുക, കുട്ടി സൊറ കളിക്കാനായിട്ട് നടക്കാം. അങ്ങനെ നമുക്ക് എന്താ, നമ്മളെ കഥയിലേക്ക് പോയാലോ? നമ്മളെ കഥയിലേക്ക് പോവാട്ടോ. അങ്ങനെ സാബുൻ്റെ കത്ത് വന്നതാണോ? അയ്യോ, അത് നോക്കാൻ മറന്നതാ. മാമനെ തല്ലുവനെ പോയി തച്ച് വന്ന കഥയ്ക്കാണ്. സാബുൻ്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. നമ്മള് ശാലിനിമോള് പിന്നെ ഡേറ്റൊക്കെ ഉറപ്പിച്ച വിവരത്തിനൊക്കെ കല്യാണം ഉറപ്പിച്ച ഡേറ്റ് ഉറപ്പിച്ച് പിന്നെ നമ്മളെ ഏപ്രിൽ മാസം 8, 9 കല്യാണം ഉറപ്പിച്ച വിവരമൊക്കെ സാബുവിന് എഴുതിയിട്ടുണ്ടാവും. സാബു എന്തായാലും പിന്നെ കല്യാണം കൂടാൻ വന്നിട്ട് പിന്നെ വിഷയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെ ലീവ് എടുത്ത് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോള് കത്തയച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞിങ്ങനെ വീഴുന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. പിന്നെ നമ്മളെ വാസേട്ടൻ്റെ വീട്ടിൽ, ശാലിനീൻ്റെ വീട്ടിൽ വീട് പണി തകൃതിയായിട്ട് നടന്ന് പിന്നെ നമ്മളെ വേണുവിന് അങ്ങോട്ടേക്ക് ചെറിച്ചിട്ടൊരു റൂം ചെമ്മണി കെട്ടാണ്ടൊക്കെ പണിത്. പിന്നെ ആശേരിമാർ വന്നിട്ട് പിന്നെ ഇത് പട്ടികയൊക്കെ അടിച്ചിട്ട് ഓട് പാവാനുള്ളൂ. അങ്ങനെ പട്ടികയൊക്കെ അടിച്ച് ഒക്കെ റെഡി ആയിക്കണ്. ഇനി ഓട് പാവി പിന്നെ തറ കോൺക്രീറ്റ് ചെയ്ത് സിമെന്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അവരുടെ വീട് ഒരു റൂമും കൂടി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശാലിമുക്ക് ഒരു കത്തും കൂടി വന്നു, നമ്മളെ സാബുവിൻ്റെ. അപ്പോൾ കാർത്തിക രാവിലെ തന്നെ കത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇവർക്ക് ക്ഷമയില്ല. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഒരു പീരീഡ് ഒഴിവുള്ള സമയത്ത് ഒരു ഓഫീസ് റൂമിൽ ആരും ഇല്ലാഞ്ഞപ്പോൾ അതെടുത്ത് പൊളിച്ച് വായിക്കും. അപ്പോൾ അതിലെന്താ, പ്രിയമുള്ള ശാലിനി നമ്മളെ സലീം പിന്നെ കത്തയച്ചുണ്ട്, പെട്ടെന്ന് പോകേണ്ടി വരും. പിന്നെ 5 മാസം 6 മാസം ഒന്നുമില്ല, പിന്നെ സബു 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ശരിയാവും. സബു ഒക്കെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് അന്നെ കൂട്ടിയിട്ട് ഞാൻ പോരും. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കുറച്ച് പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ പറയാം പോയി പിന്നെ ഞാൻ ഈ കത്ത് എഴുതാൻ കാരണം തന്നെ എന്താ, ഞാനിപ്പോൾ കത്തൊന്നും എഴുതൂല. പിന്നെ സലീമിൻ്റെ ശാലിനീൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ പോയിട്ട് റെഡിയാക്കി വെച്ചേക്കിട്ടോ. നീ ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് പാസ്പോർട്ട് എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ വന്ന് പോയിട്ട് വന്ന് ദുബായിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന വരവിൽ എനിക്ക് അവളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്ക്, അതിപ്പോഴേ ചെയ്ത് വെച്ചേക്കുണ്ട്. നാട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് ചാടിച്ചിട്ട് പാസ്പോർട്ട് ഇടിപ്പിച്ച് വെച്ചാൽ സീക്രട്ടാക്കി വെച്ചേക്കാൻ പറയണ്ടേ. ഇനി വീട്ടുകാരൊക്കെ കണ്ടിട്ട് പ്രശ്നമുണ്ട്, അവിടെ എന്തപ്പോൾ പാസ്പോർട്ട് എടുത്ത് വെച്ചേക്കണമെന്നൊക്കെ എനിക്കറിയില്ല. പാസ്പോർട്ട് വന്നാലൊക്കെ എന്താ അവസ്ഥ, വീട്ടിലേക്ക് എല്ലാം ഡ്രസ്സായിട്ട് വരിക. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ പിന്നെ വ്യാഴാഴ്ച രാത്രി ഞാൻ അവിടെ എത്തും. വെള്ളിയാഴ്ച രാവിലെ കാർത്തികനെ കൂട്ടണം എന്തായാലും. പിന്നെ കല്യാണം ഉണ്ടെന്നൊക്കെ അവൾ പറഞ്ഞല്ലോ, കല്യാണമായി കാർത്തികൻ്റെയും പിന്നെ ബാബേട്ടന് കല്യാണമായി എന്നൊക്കെ പറഞ്ഞ കത്തൊക്കെ അവൻ അവിടെ എത്തിയല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും പെട്ടെന്ന് ഓളെയും കൂട്ടിയിട്ട് അവിടെ ഒരു 10-10 ആകുമ്പോൾ നിന്നുകൊണ്ട് എന്തെങ്കിലും കളവ് പറയുക ശാലിനിന്ന് എന്ന് സാമ്പു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾ അറിയാം എന്താടി കാർത്തിക ചെയ്യുക, ഒരു തരത്തിലും അവളെ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും വിടൂല. എന്ത് പറഞ്ഞിട്ടും നമ്മൾ ചാടും. സ്കൂളിലേക്ക് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ സ്കൂളിൽ പോകാണ്ടക്കാനോ
എന്തെങ്കിലും കാരണവശാൽ ടീച്ചർമാർ കേട്ടോ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുമോ, എന്താ ചെയ്യുക? അങ്ങനെയുള്ളൊരു ഇതായപ്പോൾ പെട്ടെന്ന് കാർത്തിക അറിയാമല്ലേടി, നമ്മളോട് ടീച്ചർ പറഞ്ഞില്ലേ നമ്മളെ 10ാം ക്ലാസ്സിൽ തന്നെ ഇത് SSC ബുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന്. പിന്നെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ തൊഴിലില്ലാ വേതനമൊക്കെ കിട്ടും. പിന്നെ തൊഴിലില്ലാത്തവർക്ക് ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇത് പിന്നെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സർക്കാർ ജോലി വല്ല ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടും. അന്നൊക്കെ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാം അത് ശരിയാടി, നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയും വിടും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയാം, എന്നിട്ട് നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ശരി എന്ന് പറയാം. അങ്ങനെ അവൾ ഇവിടെ വീട്ടിൽ വന്ന് പറയാം, അമ്മ ടീച്ചറൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യണം, പിന്നെ നമ്മളെ സില്ലിൽ പോയിട്ടാണ് അതൊക്കെ ചെയ്യാം. അപ്പോൾ ആയിക്കോട്ടെ മക്കൾ ചെയ്തൊക്കെയുണ്ട്, ഭാവിയിലേക്ക് നല്ലതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതവിടെ ഓക്കെ ആയി. അങ്ങനെ അവർ വ്യാഴാഴ്ച ആയപ്പോഴത്തേന് മുമ്പുള്ള ശാലിനി രാത്രി നാമൊക്കെ ജപിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. കുലായിൽ തന്നെ ഇരിക്കും. അമ്മ വിളിച്ചിട്ടൊന്ന് എത്തോടെ തന്നെ കുലായിലിരുന്ന സാപ്പ് വരുന്നത് കാണാമല്ലോ വിചാരിച്ചിട്ട്. പക്ഷേ സാബു വരുന്നൊന്നും കണ്ടില്ല. പിന്നെ അവർ ചോറൊക്കെ കഴിച്ച് വിളിയൊക്കെ സാബു വന്നില്ലേ. രാവിലെ തന്നെ ഇവള് വെള്ളത്തിനൊക്കെ പോട്ടോ. വെള്ളത്തിന് പോയാലൊന്നും സാബുവിനെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ കുളിച്ച് ജപിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് മോൻ്റെ ചേച്ചി ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ അമ്മയെ പോട്ടേന്ന് പറഞ്ഞാൽ മോൻ്റെ പോയി. മോൻ്റെ ഇപ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ സ്കൂളിലേക്ക് പോവാൻ നല്ലോണം പഠിച്ചു സൈക്കിളൊക്കെ. അപ്പോൾ പിന്നെ അമ്മയൊക്കെ പറഞ്ഞാൽ പോട്ടേന്ന് സമ്മതം വാങ്ങിയിട്ടൊക്കെയാണ് അവൻ സൈക്കിളിൽ പോകാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ വലിയ കുലൂസാറിനൊക്കെ ആയി. പിന്നെ ഇവള് മുടി ചീകാൻ വേണ്ടിയിട്ട് ഇമ്മറത്തേക്ക് വന്നപ്പോൾ ഉണ്ടാവും നമ്മളെ സാബുമ്മ പോകുന്നത്, അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒക്കെ സമാധാനമായോ സാബു വന്നിക്കണല്ലോ. അങ്ങനെ അവൾ ഫോട്ടോ ഒക്കെ തപ്പിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഫോട്ടോ എടുത്തൊക്കെ പാസ്പോർട്ട് ഫോട്ടോ എടുത്തൊക്കെയാണ് കേട്ടോ എന്നൊക്കെ പിന്നെ കത്തെഴുതിണ്ടാവും. അങ്ങനെ അവൾ പെട്ടിയിരുന്ന് തുറന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ഒരു 3-4 എടുത്ത് വെച്ച് പിന്നെ നേരത്തെ വരൂല അമ്മേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെല്ലാം ഒരു കളവ് പറയണമെന്നാണ്. അങ്ങനെ അവൾ വേഗം ഇപ്പോൾ ഡാഫ്സാരിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ചെന്നാലുണ്ടാവും നമ്മളെ കുളത്തിൻ്റെ പക്കത്ത് നമ്മൾ സാബുമ്മ കല്ലുമ്പിലിരിക്കുന്നത്. അപ്പോൾ അവൾ വേഗം ഓടിച്ചെന്ന് കണ്ട് ഒരു 2 കൈ പിടിച്ചു സാബു വിളിച്ചിട്ട്. അപ്പോൾ എന്താ സാബു പിന്നെ കാർത്തികനെ വിളിക്കണ്ട. അപ്പോൾ കാർത്തികൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പം പറയും കാർത്തികൻ്റെ വീട്ടിലേക്കൊന്നും ഞാനില്ല കേട്ടോ, ഇജി പോയിട്ട് കൂട്ടിയിട്ട് പോരും, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടത് പൊല്ലാപ്പാവേണ്ടത് എങ്ങനെയെങ്കിലും എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുക സാലി. അപ്പോൾ അറിയാം ശരിയാണല്ലേ, എന്നാൽ ശരി എന്നറിയാം. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഈ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. അവളറിയാം ഇത്തിരിയും കൂടി ഇവിടെ ഇരുന്നാൽ ഞാൻ അവളെ വീട്ടിൽ പോയി അവളെ കൂട്ടി വരുന്ന വരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെങ്കിലൊന്നല്ല ഇവിടെ ഇരിക്കണം. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഈ ബസ് സ്റ്റോപ്പിലേക്ക് വന്നാൽ മതി എന്നറിയാം. അങ്ങനെ അവളെ കൈ വിടാൻ മനസ്സിലാണ്ട് പോയിട്ടോ. അങ്ങനെ വിട്ടിട്ട് പോയിട്ടോ. പിന്നെ സാബു സീരിയസ് ആട്ടോ. ഇപ്പോൾ പുന്നാരും കിന്നാരൊന്നുമില്ല. അവനിപ്പോൾ എങ്ങനെയെങ്കിലും ദുബായിക്ക് എത്തണം. ദുബായിൽ നിന്ന് പിന്നെ എന്തെങ്കിലും സെറ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് ശാലിനെ കൊണ്ട് പറക്കണം, അതേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ. അങ്ങനെ പിന്നെ കാർത്തികനെ വീട്ടിൽ ചെന്നാലുണ്ടാവും ഇവൾ അകത്തേക്ക് ചെല്ലും. അപ്പോൾ കാർത്തിക മുട്ടിയിട്ടേക്ക് പറയടി വേഗം മുട്ടിയിട്ടടി. സാബു കുളത്തിൻ്റെ അകത്തിട്ട് തന്നെ എത്തിയോ? എത്തി. എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇമ്പോൾ ഇതൊക്കെ കളത്തിലൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് വെറുതെ ആവോ? അവനില്ലേടി ഇന്നലെ രാത്രി വന്നപ്പോഴൊന്നും ഞാൻ രാത്രി ഇന്നും കണ്ടില്ല. കുറേ കുലായിലിരുന്നിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ വെള്ളം മുക്കാൻ പോയി എന്നിട്ടും കണ്ടില്ല. അപ്പം എനിക്ക് വേച്ചാറുണ്ടേ ഞാൻ മുട്ടി ചിക്കുമ്പോൾ ആൾ പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെങ്ങനെയും മുട്ടിയൊക്കെ പിന്നെ ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഓളോ അവസാരിക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു 2 SSC ബുക്കൊക്കെ എടുത്തിട്ടാണ് സമയം ബുക്ക് രജിസ്റ്ററും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയാലുണ്ടാവും. ബസ് സ്റ്റോപ്പിൽ സാബ് ഉണ്ടാവും. അപ്പോൾ സാബ് ഇങ്ങനെ ചിരിക്കും, കാർത്തികനോട് ചിരിക്കും. അപ്പോൾ 2 അറിയാത്ത ഭാഗത്തിൽ അപ്പുറം നിൽക്കും. പിന്നെ അങ്ങനെ ബസ് ടൗണിലേക്കുള്ള ബസ് വന്ന സാബ് ഇങ്ങനെ കയറിക്കോളം പറയും. അങ്ങനെ ഇവർ കയറും, ഓനും കയറും. അങ്ങനെ കുറേ അങ്ങോട്ട് എത്തിയാൽ സാബ് ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. പിന്നെ അപ്പോൾ അവരെ അടുത്തുള്ള സീറ്റിൽ തന്നെ ഒരിക്കും. അങ്ങനെ പിന്നെ അവിടെ നമ്മളെ ടൗണിലൊക്കെ എത്തി പിന്നെ അവിടെ ഇറങ്ങാറായ സ്ഥലം എത്തിയാലും പിന്നെ സാബറ് ഇറങ്ങിക്കോളിട്ടോ പറയും. അങ്ങനെ അവർ ഇറങ്ങി അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ പോയി ശാലിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു അവിടെ ഇരിക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവൾ സാബുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് സാബുവിൻ്റെ കൈ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ഇരിക്കും. അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സാബു പിന്നെ എന്താ ഇനി പെട്ടെന്ന് പോകാൻ റെഡി, ചിലപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനൊന്നും ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ കാർത്തിക അറിയോ അങ്ങനെ പറയില്ല സാബു ഇനി വേണം കല്യാണത്തിന്. ഞാൻ പറയും കാർത്തിക ടീച്ചറെ അങ്ങനെ ആയിക്കട്ടെ, ഞാൻ പെട്ടെന്ന് പോകണം നിങ്ങൾ വിചാരിക്കില്ലേ വേണ്ടത്, അതൊക്കെ ഉണ്ട്. എന്നാലും സാബു ഇവിടെ ഉണ്ടാകുമ്പോഴല്ലേ പിന്നെ ശാലിനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. ശാലിനിൻ്റെ സന്തോഷത്തിനല്ലേ ഇപ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിക്കണത് എന്നൊക്കെ പറയുവേ. അപ്പോൾ പറയും പിന്നെ എടി
പിന്നെ അവിടെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയട്ടി മാമൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ എന്തേ ഉണ്ടായി. അപ്പോൾ ഒരു മാമനെ അന്ന് ആ ലോഡും കൊണ്ടിട്ട് മാമ എന്നോടുള്ള ദേഷ്യത്തിന് ഞാൻ ദുബായിക്ക് പോകാമെന്ന് പറഞ്ഞ ദേഷ്യത്തിന് മാമ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഒരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാമ ലോഡ് അവർക്ക് സാധനം തരില്ല, ഞങ്ങൾ തിരിച്ചുണ്ടാവുകയാണെന്ന് പറഞ്ഞ് മാമ ലോറി കയറാൻ പോയടുത്ത് മാമൻ്റെ മുട്ടുംകാലം അടിച്ചിട്ട് ഒരു ചങ്ങായി എന്നിട്ട് മാമൻ്റെ മുഖത്ത് വെടിക്കാട്ടിയിട്ട് പൊട്ടി. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ കെട്ടുമുട്ടൊക്കെ ആയിട്ട് വന്നിട്ട് എന്നിട്ട് എന്താ പറഞ്ഞത്, അതെന്ത് ചെയ്ത് എന്നിട്ട് ഒന്നുമില്ല, എന്തോ ഉണ്ട് സാബു ഈ അല്ലാണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ല. എടി അത് അങ്ങ് ദൂരത്തല്ലടി അവക്ക് മനസ്സിലായി പോയി സാബുന് ചൂടാവുന്നില്ല. എന്നിട്ട് സാബു ഒന്നും പറഞ്ഞില്ലല്ലോ, ഇല്ലടി ഒന്നും പറഞ്ഞു. സത്യമല്ലേ, സത്യം ഇത് തല തൊട്ട് സത്യം ചെയ്യുന്നവരും പറയും. എന്താ ശാലിനി, ഞാൻ പോയി ശാലിനി എൻ്റെ മാമനെ എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് എന്നിട്ടെന്താ ആ ചക്കനെ ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ട് സാബു ഇനിയെങ്കിലും ഇത് നിർത്തും, നമുക്ക് വേണ്ടി ജീവിക്കും സാബു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എന്തെങ്കിലുമൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ല കേസൊക്കെ ആയിപ്പോയാൽ സാബു എനിക്ക് പോകാൻ പറ്റുമോ, കാർത്തിക ടീച്ചറാണത് ചോദിക്കട്ടെ. അവർ ഇതിനെ പറ്റി ചിന്തിച്ചില്ല, സാരല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒന്നരാഴ്ചയോളമായി ഒരു പ്രശ്നമൊന്നും ആയില്ല. അപ്പോൾ ശാലിനി സാബു ഇന്ന് അവൻ്റെ കൈ പിടിച്ചും കണ്ട് ഓളെ തലയിൽ വെച്ചിട്ട് പറയും, ഒന്ന് സത്യയുടെ സാബുവിൻ്റെ തല തൊട്ട് സത്യയുടെ ഇങ്ങോട്ട് രാവിലെ പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇല്ലടി ചെയ്യൂല, സത്യടടാ സത്യടി ഞാൻ ചെയ്യൂല, എൻ്റെ തല തൊട്ട് സത്യമുണ്ട്. അപ്പോൾ സത്യം ശാലിനിയാണ് സത്യം, ഇനി ഞാൻ ആരും അടിക്കൂല, ദേഷ്യം കൺട്രോൾ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളെ പോക്കൊക്കെ മുടങ്ങി പോയിട്ടോ സാബ് ആയിക്കോട്ടെ, ഇനി അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇനി ഒരിക്കലും ലോഡും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല നമ്മൾ എന്നൊക്കെ പറയും. അപ്പോൾ അറിഞ്ഞ് സാബു പോണ്ട, സാബു ഇവിടെ നിന്നോ. പിന്നെ ഞാൻ ഇത്രയും കാലം അവിടെ നിന്നോ വലിയ അടിപിടി കേസിൽ ഞാൻ പെട്ടില്ല ശാലിനി. ഇത് അന്ന് അങ്ങനെ ഉണ്ടാവാൻ കാരണം തന്നെ ഈ മാമൻ, കാരണം മാമൻ എന്നോട് ദേഷ്യം പിടിച്ച് മാമൻ പോയതിനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പോയി ആ പൈസയൊക്കെ മേടിച്ച് അയാൾ മര്യാദയ്ക്ക് പൈസ എൻ്റെ കയ്യിൽ തന്നില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഇവളെ ശാലിനെ വിളിച്ച് അങ്ങനെ ശാലിൻ്റെ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരും ഇങ്ങോട്ട് പോരുട്ടാ. അപ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് പറയുമ്പോൾ എംപ്ലോയ്മെൻറ്റിൽ ഇതൊന്ന് രജിസ്റ്ററിങ് കൂടി ചെയ്യാൻ ശാലിനി കാർത്തിക അറിയാം, അതായാലും നമ്മൾ വന്നല്ലേ. അപ്പോൾ സാബറി അതിനൊന്നും നേരല്ലേ ടീച്ചറെ, 10 ശരി വേറെ സ്ഥലത്ത് പോവാണ്ട്, പിന്നെ രണ്ടാളും വരും, ഇനി വേറെ ഇങ്ങോട്ടാ ഉണ്ട് വരിയെന്ന് പറയും. അങ്ങനെ അവരെ കൂട്ടിയിട്ട് പിന്നെ ഒരു വലിയ ജ്വല്ലറിയിലേക്ക് പോട്ടോ. ഇതെന്തിനാ അപ്പോൾ വിളി സാബിൻ്റെ കൈ അടിച്ചിട്ടേക്കും, സാബ് എന്തിനാ പോണേ ശാലിനിക്കും ഒരേ പാവല്ലേ, നമ്മളെ കാർത്തിക ടീച്ചറെ കല്യാണമല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോഴേക്കും എവിടുന്ന് പൈസ, അവർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടേനി, പോരാത്തെ ഞാൻ ബാക്കി മാമൻ്റെ അടുത്ത് നിന്ന് മേടിച്ച്. പിന്നെ മാമൻ തന്നടി, അപ്പോൾ തന്നോ തോനെ തന്നടി, ഞാൻ ദുബായിക്ക് പോവല്ലേ, ഞാൻ ദുബായിക്കാരനാവാൻ പോവില്ലേ, മാമനറി കിട്ടുമെന്ന് ആണല്ലേ. അപ്പോൾ പിന്നെ അവിടെ കയറി അവിടെ ഇരിക്കും. അപ്പോൾ പിന്നെ കാർത്തികനോട് വിളിക്കാൻ പറയും, അവിടെ ഇരിക്കും. കാർത്തികയ്ക്ക് അറിയില്ല കേട്ടോ എന്താന്ന്, ഇവളാണ് ഇങ്ങോട്ട് മാറ്റി നിർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവൾ അങ്ങോട്ട് അടുത്തേക്ക് ചെന്നിട്ട് സാബിൻ്റെ കൈ അടിച്ചിട്ടേക്ക്, എന്താ സാബു ഇരിക്കണേ, മോതിര പറയും, മോതിരാക്കണ്ടടി, കാർത്തിക ടീച്ചർക്ക് ഒരു വള എന്നെ വാങ്ങിക്കൊടുത്തേ, ആങ്ങളമാരൊന്നും ഇല്ലല്ലോ, നമ്മളൊരു പെങ്ങളമാരിയാണ് ടീച്ചർ. പിന്നെ സാബു പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ലേടി, പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കണം, തോനെ പൈസ ഇട്ടാൽ സാബു വന്നിരിക്കണമെന്ന്. അങ്ങനെ എത്രയാ വാങ്ങാൻ വയ്ക്കും അവർ, ഒരു പവൻ്റെ വള എന്നെ എടുത്തടി. അന്നൊരു പവനൊക്കെ കുറച്ച് പൈസയുള്ളൂ, കുറച്ചെന്ന് പറഞ്ഞാൽ എത്രയും അറിയില്ല, 3500 ഇല്ല, അങ്ങനെ ചില്ലറ പൈസയുള്ളൂ. അപ്പോൾ അന്നത്തെ വിലയ്ക്ക് അറിയില്ല കേട്ടോ, നമ്മളെ ഓർമ്മയിലൊക്കെ 3500 3000 അങ്ങനെയൊക്കെ പവനുള്ള ഒരു കാലം ഉണ്ടായിരുന്നു കുഞ്ഞിലൊക്കെ. അങ്ങനെ പിന്നെ കുഞ്ഞിലൊന്നുമല്ല, ഞങ്ങളെ പ്രായത്തിൽ തന്നെ അത്രയ്ക്കുള്ളേനി. പിന്നെ എത്ര വിലയായി പോയത്, അതവിടെ കട്ടെ. അങ്ങനെ ഒരു പവൻ്റെ വള എടുക്കും. എന്നെ കാർത്തികനോട് വള നോക്ക്, ആർക്ക് അണക്കാടി, അയ്യോ വേണ്ടടി, പാവാണടി സാബു വേണ്ടടി എടി, അങ്ങനെയൊന്നും പറയണ്ട. അവൻ പറഞ്ഞെന്താ അറിയാം, എന്താ കാർത്തിക ടീച്ചർക്ക് ആങ്ങളും ഞാൻ കാർത്തിക ടീച്ചർ എൻ്റെ ഒരു പെങ്ങളായിരിക്കും കാണുന്നത്, നീ ഒന്നും പറയണ്ട വേഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ ഇവള് ശല്യം തരയും കാർത്തികയും തരയും അങ്ങനെ തിരഞ്ഞിട്ടൊരു വള എടുക്കട്ടോ, നല്ല ഭംഗിയുള്ള വള. അങ്ങനെ കാർത്തിക ടീച്ചർ കയ്യിൽ ഇട്ട് കൊടുക്കല്ല, അവിടെ നിന്ന് ഇട്ട് ഭാഗമൊക്കെ നോക്കി. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ സബുത് വരെ അങ്ങനത്തെ ഇഷ്ടപ്പെട്ട അടുത്താ. അപ്പോൾ പറയും, ഇനിടി ഒരു മോതിരം കൂടി വാങ്ങിക്കാം. ആർക്ക്? എൻ്റെ ഏട്ടനെ, നമ്മൾ കൊടുക്കണ്ടടി. പൈസ ഉണ്ടോ? ഒരു മോതിരം മാത്രമല്ല എടുക്കണ്ടേ, എൻ്റെ മൂക്കും ഒരു മോതിരം എടുക്കണം. അതിൻ്റെ എനിക്കിപ്പോഴൊന്നും വേണ്ട, അത് വേണം, അതിട്ടിട്ട് വേണം ഏട്ടന് പോവാൻ, എൻഗേജ്മെൻറ്റ് കഴിപ്പിച്ചിട്ടാണ് പോണത് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് പൈസ ഉണ്ടോ? പൈസ ഉണ്ട് എന്നല്ലേ പറഞ്ഞു, പിന്നെ എന്താണെന്നറിയാം. അപ്പോൾ എനിക്ക് കനം കുറഞ്ഞേ മതി. അപ്പോൾ പറയും, എന്തടി എനിക്ക് കനലിട്ടാൽ? അപ്പോൾ പറയും,
കട്ടിലൊക്കെ സാബു ദുബായി പോയി വന്നിട്ട് ഇട്ടാൽ മതി. അവർ സാബു ദുബായി പോകുന്നതിൻ്റെ മുന്നേ നല്ല ബലത്തിലുള്ള വാങ്ങിയിടണം, അതൊരാൾ പൊട്ടിക്കാൻ പാടില്ല അതറിയാം. അങ്ങനെ ഏട്ടന് അരപ്പവൻ്റെ ഒരു മോതിരം വാങ്ങും. അപ്പം പറയും അരപ്പവലിന് അണക്ക് കൊടുത്തോ ഒരു മോതിരം എന്ന് പറയും. അങ്ങനെ ഒക്കെ പറ്റിയ ഒരു മോതിരം എടുത്ത് അങ്ങനെ സാബു പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ബില്ല് ചെയ്ത്. അപ്പോൾ സാബുവിനെ കുറിച്ചിട്ടില്ലേ ഈ കാർത്തികയ്ക്ക് എന്തെന്നില്ലാത്ത മതിപ്പ്, ഇത്രയും ഉത്തരവാദിത്വം, ഇത്രയും ശ്രദ്ധ. ഇങ്ങനെയൊരു ചെക്കന് ഏത് വീട്ടുകാരാ വേണ്ടെന്ന് പറയാ. ഒക്കെ ഓൻ്റെ റിസ്കിലാണ് വാങ്ങണേ. ബാബയുടെ വാങ്ങണ അച്ഛൻ്റെ പെട്ടീന്ന് കിട്ടണം. അപ്പോൾ പിന്നെ ഇവിടെ പറയും ഈ മോതിരം ഞാൻ എന്ത് പറഞ്ഞിട്ടാ സാബു ഏട്ടന് കൊടുക്കുക, എൻ്റെ വക ഈ പണിയുള്ള പെണ്ണല്ലേ, എൻ്റെ വക ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ട് എൻ്റെ വക ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കാർത്തിക മേടിച്ചെന്നു. കാർത്തിക ഓൾറെഡി ഇടൂല ഏട്ടന് മോതിരം, എന്തെങ്കിലും കളവറിയാൻ പിടിക്കാണല്ലോ നീ എന്നെ പറയുന്നറിയും. അങ്ങനെ ഇവർ മുതിരൊക്കെ വാങ്ങി, ശാലിനിക്ക് നല്ലൊരു മുതിരൊക്കെ വാങ്ങി. അങ്ങനെ വിളിക്കും സാബുവിന് വേണ്ട. സാബുവിന് ശാലിനിൻ്റെ അച്ഛൻ്റെ പെട്ടിന്ന് പൈസ എടുത്തിട്ട് ശാലിനി വേറെ മേടിച്ചിട്ട് ഇട്ടെന്നടിട്ടാ. ഇപ്പം സാബുവിന് വാങ്ങാൻ പൈസ അല്ലേ, പൈസ ഇല്ലേ നോക്കട്ടെ. അങ്ങനെ പേഴ്സ് തുറന്നപ്പോൾ പേഴ്സിലുണ്ടാവും കേട്ടോ ഒരു 2000-2500. അന്നപ്പോൾ 2500 എന്ന് പറഞ്ഞാൽ 20,000 കിടക്കും അങ്ങനെ. അപ്പോൾ പേഴ്സിൽ പൈസ കണ്ട്. അപ്പം പിന്നെ ഇനി നമ്മളെങ്ങോട്ടാ നമുക്ക് ചോറ് കഴിക്കാൻ അറിയും. അങ്ങനെ ഹോട്ടലിൽ കയറി ചോറൊക്കെ കഴിച്ച് ഇവർ പറയും കുറേ പറയും വേണ്ട പറയും, ആര് കാണാനടി ആര് വരാനായിട്ട് ടൗണിലേക്ക് അറിയാം. അങ്ങനെ അവർ ചോറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് ബസ്. അപ്പോൾ പിന്നെ ഈ മോതിരം അപ്പം പറയും ഈ മോതിരം പിന്നെ എൻ്റെ മോതിരം ഈ കാർത്തിക ടീച്ചറെ കൈ കൊടുത്തു, അല്ലേ വേണ്ട അതും കൂടെ തന്നാൾ എന്നറിയും. അപ്പോൾ അതെന്തേ പറയും നമ്മളെ എൻഗേജ്മെൻറ്റ് ഈ ഒറ്റയ്ക്ക് നടത്തിയ പറയും അമ്പലത്തിൽ പോയിട്ട് നടത്തണം. ആണോ ഏത് അമ്പലത്തിൽ പറയും ഞായറാഴ്ച ഒരു അമ്പലത്തിൽ നമുക്ക് പോവാം, നമ്മളവിടെയുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇടാം. ആണല്ലേ അപ്പോൾ കാർത്തിക നമുക്ക് പോവാട്ടോ ആന്നറിയും. അതിനെ സാബു മേടിച്ച് പേഴ്സ് പിന്നെ പേഴ്സിൽ നിൽക്കുമല്ലോ അവൻ്റെ പോക്കറ്റിലിടും, അവൻ്റെ അമ്പലത്തിടാൻ മതി ഒന്നും പറയണ്ട. നമ്മൾ സഭമ എവിടെയോ ഒളിപ്പിച്ചേക്കാന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഇവർ വീട്ടിലേക്ക് പോരാട്ടോ. അവിടെ വെച്ച് നമ്മൾ കഥ നിർത്തട്ടോ. കാരണം വെച്ചാൽ സൈലൻ്റായിട്ട് ഞാൻ പറയുന്നത് അവിടെ കളി നടക്കുക, പിന്നെ ചിരിയും കളിയൊന്നും വേണ്ട വിചാരിച്ച് പെട്ടെന്ന്. അതുകൊണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തണേ. ഇനി നാളെ ശാലിനീൻ്റെ എൻഗേജ്മെൻറ്റ് അവർ എങ്ങനെ നടത്തും എപ്പോൾ നടത്തും ഒക്കെ നമുക്ക് നാളെ കണ്ട് കാണാം കേട്ടോ. അപ്പം എൻ്റെ ഡെക്സാ ബേബി ഇറങ്ങി ടാ ലവ് യു ഉമ്മ ചെക്കരമ്മ സബ് എന്ത് നല്ല ചെക്കല്ലേ. കാർത്തികയ്ക്ക് അവനോട് ഭയങ്കര മതിപ്പ്, കാരണം കാർത്തികയ്ക്ക് ഒന്നും വാങ്ങിയില്ലേ, വാങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അപ്പം പിന്നെ നമ്മളെ സഭമം വേഗം ഒരു മാസം ഇല്ല ഇനി കല്യാണത്തിന്. അങ്ങനെ ഇവർ ബസ്സിൽ കയറി ബസ്സിലിരിക്കുന്ന സമയത്ത് സാബു ഒരിടത്തേക്ക് വന്നിട്ട് പറയടി പിന്നെ വീട്ടിൽ വളരെയധികം ശ്രദ്ധിക്കണം, ഇനി പാസ്പോർട്ട് വെരിഫിക്കേഷനാണ്. അറിയില്ല അതൊക്കെ എന്താ നടക്കാതെ എന്ത് നടക്കും ഏത് നടക്കും എന്നൊക്കെ അന്നൊക്കെ അതുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമാണെന്ന് ശുഭപ്രതീക്ഷയോടെ നാളത്തെ ദിവസം എൻ്റെ കുട്ടികൾക്ക് നല്ല ഡേ ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയണേ. ഗുഡ് നൈറ്റ്, ലവ് യു ചക്കരമ്മ.